ഭാരത ചരിത്രത്തിലെ ഏറ്റവും പവർഫുള്ളായ ചോര തിളപ്പിക്കുന്ന ഒരു കഥയാണ് ചാണക്യൻ്റേത്. വെറുമൊരു സാധാരണക്കാരനായ ബ്രാഹ്മണൻ തൻ്റെ ബുദ്ധിശക്തി കൊണ്ട് മാത്രം അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ തകർത്തെറിഞ്ഞ കഥ. അതാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് വീഡിയോ. പണ്ട് കാലത്ത് ഇന്നത്തെ ബീഹാർ നിലനിൽക്കുന്ന മഗധ രാജ്യം ഭരിച്ചിരുന്നത് ധനനന്ദൻ എന്ന ക്രൂരനായ രാജാവായിരുന്നു. ജനങ്ങളെ ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിച്ച അഹങ്കാരിയായ ഒരു ഭരണാധികാരി. അക്കാലത്ത് തക്ഷശില സർവകലാശാലയിലെ പ്രശസ്തനായ ഒരു അധ്യാപകനായിരുന്നു ചാണക്യൻ. വിരൂപനായ, കറുത്ത, തലയിലൊരു കുടുമ മാത്രമുള്ള ഒരു സാധാരണക്കാരൻ. പക്ഷെ ആ തലയ്ക്കുള്ളിൽ ലോകത്തെവിടെയുമില്ലാത്ത തന്ത്രങ്ങളും രാഷ്ട്രീയ ബുദ്ധിയും ഉണ്ടായിരുന്നു. ഒരിക്കൽ മഗധയിലെ കൊട്ടാരത്തിൽ നടന്ന ഒരു സദ്യയിൽ പങ്കെടുക്കാൻ ചാണക്യനെത്തി. എന്നാൽ ചാണക്യൻ്റെ കറുത്ത നിറവും വിരൂപമായ രൂപവും കണ്ട് രാജാവായ ധനനന്ദൻ പരസ്യമായി അദ്ദേഹത്തെ പരിഹസിച്ചു. അത്രയും വലിയൊരു സദസ്സിന് മുന്നിൽ വെച്ച് ചാണക്യനെ അപമാനിച്ച് കൊട്ടാരത്തിൽ നിന്നും കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ രാജാവ് ഉത്തരവിട്ടു. പടയാളികൾ അദ്ദേഹത്തെ തള്ളി പുറത്താകുന്നതിനിടയിൽ ചാണക്യൻ്റെ തലയിലെ കുടുമ അഴിഞ്ഞുപോയി. ഭാരത ചരിത്രത്തെ മാറ്റിമറിച്ച നിമിഷമായിരുന്നു അത്. അപമാനത്താൽ ജ്വലിച്ചു നിന്ന ചാണക്യൻ ആ കൊട്ടാര സദസ്സിനെ നോക്കി വിരൽ ചൂണ്ടി ഗർജിച്ചു. ധനനന്ദ, നിന്റെ അഹങ്കാരം നിറഞ്ഞ ഈ നന്ദവംശത്തെ ഞാൻ വേരോടെ പിഴുതെറിയും. ഈ മഗധയുടെ സിംഹാസനത്തിൽ നിന്നും നിന്നെ ഞാൻ ഇറക്കിവിടും. അതുവരെ നിന്റെ ഈ സാമ്രാജ്യം ഞാൻ ചാരമാക്കുന്നത് വരെ എൻ്റെ തലമുടി ഞാൻ കെട്ടിവെക്കില്ല. കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിയ ചാണക്യൻ തൻ്റെ ശബ്ദം നിറവേറ്റാൻ പറ്റിയൊരു ആയുധത്തിനായുള്ള തിരച്ചിലായിരുന്നു. അങ്ങനെയിരിക്കെയാണ് തെരുവിൽ കൂട്ടുകാരോടൊപ്പം ഒരു കളികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അസാധാരണമായ നേതൃത്വ പാഠവുമുള്ള ഒരു പാവപ്പെട്ട കുട്ടിയെ ചാണക്യൻ കാണുന്നത്. അവനായിരുന്നു ചന്ദ്രഗുപ്തൻ. ആ കുട്ടിയുടെ ഉള്ളിലെ തീപ്പൊരി ചാണക്യൻ തിരിച്ചറിഞ്ഞു. ചാണക്യൻ അവനെ തൻ്റെ കൂടെ കൂട്ടി. യുദ്ധമുറകളും രാഷ്ട്രീയ തന്ത്രങ്ങളും ലോകവിജ്ഞാനവും എല്ലാം ആ കുട്ടിയെ പഠിപ്പിച്ചു. വെറുമൊരു തെരുവ് ബാലനെ ഭാരതത്തിലെ ഏറ്റവും മികച്ച പോരാളിയായി ചാണക്യൻ വളർത്തിയെടുത്തു. തുടക്കത്തിൽ ചാണക്യനും ചന്ദ്രഗുപ്തനും വലിയ പരാജയങ്ങൾ നേരിട്ട് മഗധയെ ആക്രമിച്ചപ്പോൾ ധനനന്ദൻ്റെ വൻപട അവരെ തോൽപ്പിച്ചു. എന്നാൽ ചാണക്യൻ പിന്മാറിയില്ല. അദ്ദേഹം തൻ്റെ തന്ത്രങ്ങൾ മാറ്റി. ശത്രുവിൻ്റെ ശക്തികേന്ദ്രത്തെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം മഗധയുടെ അതിർത്തിയിലുള്ള ചെറിയ രാജ്യങ്ങളെ അവർ ഓരോന്നായി പിടിച്ചടക്കി. ധനനന്ദൻ്റെ സഖ്യകക്ഷികളെ തന്ത്രപൂർവ്വം അകറ്റി. ഒടുവിൽ കൃത്യമായ സമയത്ത് ചാണക്യൻ്റെ ബുദ്ധിയും ചന്ദ്രഗുപ്തൻ്റെ വാളും ഒത്തുചേർന്നു. അവർ മഗധയുടെ തലസ്ഥാനമായ പാടലീപുത്രം ആക്രമിച്ചു. ധനനന്ദൻ്റെ വൻ സൈന്യത്തെ ചാണക്യൻ്റെ ചാണക്യതന്ത്രങ്ങൾ തരിപ്പണമാക്കി. ധനനന്ദൻ കൊല്ലപ്പെട്ടു. തൻ്റെ ശബ്ദം നിറവേറ്റിക്കൊണ്ട് ധനനന്ദൻ്റെ ചോര പുരണ്ട ആ മണ്ണിൽ വെച്ച് ചാണക്യൻ തൻ്റെ അഴിഞ്ഞുകിടക്കുന്ന തലമുടി വീണ്ടും കെട്ടിവെച്ചു. അങ്ങനെ വെറും ഒരു തെരുവ് ബാലനായിരുന്ന ചന്ദ്രഗുപ്തനെ ചാണക്യൻ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കി മാറ്റി. അങ്ങനെയാണ് ചരിത്രപ്രസിദ്ധമായ മൗര്യ സാമ്രാജ്യം ജനിക്കുന്നത്. ഇന്ത്യയെ മുഴുവൻ ഒരൊറ്റ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്ന അഖണ്ഡ ഭാരതത്തിൻ്റെ ശില്പിയായി ചാണക്യൻ മാറി. ചാണക്യൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്: നിങ്ങളുടെ രൂപമോ പണമോ അല്ല, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ബുദ്ധി, തോറ്റുകൊടുക്കാതെ ഉള്ള ആത്മവിശ്വാസവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.